കാണും വേഗം ഞാൻ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനെമ്പ കാണും വേഗം ഞാൻ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം അവൻ സ്വരാലിടും മുത്തിടും ആ പൊന്മുഖത്തെ, മുത്തിടും ആ പൊന്മുഖത്തെ. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് കിടന്നു. ദൈവം നമുക്ക് സുഖകരമായി ഉറക്കം തന്നു, പ്രഭാതം തന്നു. ഈ നല്ല ദിവസം അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതി കരേറ്റുവാൻ, ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളാക്കി ദൈവം നമ്മളെ നിർത്തിയിരിക്കുക. ദൈവമാണ് നമ്മളെ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവമാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, പരിപാലിക്കുന്നത്, കരുതുന്നത്. സകല മഹത്വത്തിനും മാനത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. നമുക്ക് തുടർന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രം. കർത്താവേ, അപ്പാ സ്തോത്രം. ദൈവം ഞങ്ങളെ കാത്തു, കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നു, നല്ല പ്രഭാതം തന്നു. അങ്ങയുടെ കരുതലിനായി സ്തോത്രം, പരിപാലനത്തിനായി സ്തോത്രം, സൂക്ഷിപ്പിനായി സ്തോത്രം. എല്ലാ നല്ല ദാനങ്ങൾക്കായി, കരുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ പുതിയ ദിവസം ദൈവഹിതപ്രകാരമായിരിക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ പദ്ധതി, അങ്ങയുടെ ആഗ്രഹപ്രകാരം മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. കർത്താവേ, ഈ ഗൂഗിൾ മീറ്റിൽ അറ്റൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യാൽ പ്രിയ ബെൻസിൻ പാസ്റ്ററിനെ, കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അറ്റൻഡ് ചെയ്ത ഞങ്ങളുടെ എല്ലാ ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്, ദൈവദാസിമാരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ ദൈവസന്നിധിയിൽ അല്പനിമിഷങ്ങളായിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ. രാവിലെ തോറും അങ്ങയുടെ ദയ വലിയതാണ് കർത്താവേ. അപ്പാ, അങ്ങയുടെ കർത്താവേ, എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത് കരുണ വലിയതാണ്, നല്ലതാണ്. കർത്താവേ, നന്ദി പറയുന്നു. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ നിമിഷം മുതൽ അവസാന നിമിഷം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയെ അനുഭവിച്ചറിയാൻ ഇടയാക്കണം. നല്ല ഗാനങ്ങളൊക്കെ പാടി ആരാധിപ്പാൻ ബലപ്പെടുത്തണം. അതിന് പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിഷയങ്ങളുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിഷയങ്ങളുണ്ട്. പേരായി ഞങ്ങൾ അറിയപ്പെടുന്ന, ഞങ്ങൾ താവേ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. എല്ലാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തണമേ. പൂർണ്ണമായ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരവും വിടുതലും ആശ്വാസവും കർത്താവെ സൗഖ്യവും കർത്താവെ കണ്ടെത്തുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ട ആത്മീയ ആലോചനയും ഇന്ന് പകലിൽ ഞങ്ങൾക്ക് നൽകി തരണമേ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് തന്നെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിനുള്ള സമയമാണ്. സിസ്റ്റർ നിഷി ആൽബിൻ ഫ്രം UK, പ്രിയ സിസ്റ്ററെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സിസ്റ്റർ തുടർന്നുള്ള സമയം പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകുന്നതായിരിക്കും. എല്ലാവരും അതത് സ്ഥാനങ്ങളിൽ ദൈവത്തെ ആരാധിക്കുക, ഗാനങ്ങളൊക്കെ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സിസ്റ്റർ നിഷി ആൽബിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകാൽ പ്രാർത്ഥന ധ്വനിയുടെ പ്രഭാത പ്രാർത്ഥനയിൽ അടിയനും ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതുപോലെ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയ ദേവദാസന്മാർക്കും, പ്രത്യേകാൽ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ സാമംഗലിനും ദേവദാസനായ പാസ്റ്റർ ബെൻസൺ പാസ്റ്റർക്കും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം കൂടി തന്ന ദേവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചേർന്ന് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം ദൈവത്തെ പാടി ആരാധിക്കാം. നമ്മളെ ദൈവം ഓരോ ദിവസം ഓരോ പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നതിനുള്ള ആ ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. നന്ദിയാൽ
ഉള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. കൊടും പാപിയായിരുന്നെന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി. കൊടും പാപിയായിരുന്നെന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്നെ നാവിൽ തന്നതാൽ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാൽ. നന്ദിയാലൻ ഉള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വൻ ശോധനാവേളയിൽ തീച്ചൂളയിൻ നടുവിൽ. വൻ ശോധനാവേളയിൽ തീച്ചൂളയിൻ നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. ചാരത്തണഞ്ഞു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ഈ ലോകം തരാത്ത ശാന്തി ഹൃത്തെ നിറച്ചു സ്നേഹമാമി. ലോകം തരാത്ത ശാന്തി ഹൃത്തെ നിറച്ചു സ്നേഹമാമെന്നെന്നും കാത്തിടുന്നെന്നെ നിത്യം കാന്തയായി തൻ കൂടെ വാഴുവാൻ. എന്നും കാത്തിടുന്നെന്നെ നിത്യം കാന്തയായി തൻ കൂടെ വാഴുവാൻ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. സ്തോത്രം. നമ്മൾ പാടിയ പാട്ട് പോലെ വൻശോധന വേളയിലും തീച്ചൂളയുടെ നടുവിലും നമ്മള് ചാരത്തണഞ്ഞ് നമ്മളെ രക്ഷിക്കുന്ന നമ്മുടെ പ്രിയ സ്നേഹിത ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ഒരു പാട്ടും കൂടെ ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കാം. എന്നെ നടത്തും ആ പുണ്യകരമോ ഒരു നാളിലും കൈവിടുകയില്ല. ആ ദൈവസ്നേഹത്തെ ദൈവത്തിന്റെ കരുതലിനെ വർണ്ണിക്കുന്ന ഒരു പാട്ടും കൂടെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എന്നെ നടത്തും ആ പൊന്നുകരമോ
ഒരു നാളിലും കൂറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂടു നൽകുമേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ. എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ. എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. ആദിയില്ലാതെല്ലാം വിധിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ലാതെല്ലാം വിധിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ
സ്തോത്രമല്ലാതൊന്നുമില്ലേ. സ്തോത്രം. ത്രിനേരം സമയം അനുവദിച്ചെന്ന പ്രീതിദാസൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് മഹത്വം. താങ്ക് യു സിസ്റ്റർ നിഷി. നമുക്ക് നല്ല ഗാനങ്ങളൊക്കെ പാടി ആരാധിപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിയല്ലോ, സഹായിച്ചല്ലോ. അതിന് നേതൃത്വം നൽകുവാൻ പ്രിയ സിസ്റ്റർ നിഷി ആൽബിൻ ദൈവം ബലപ്പെടുത്തിയതിനായി പ്രിയ സിസ്റ്ററെ, കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ദൈവം ധാരാളമായി എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. അതിനായി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. തുടർന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ദൈവമക്കളെ, തുടർന്നുള്ള അരമണിക്കൂർ നമ്മുടെ വിഷയങ്ങൾ നമുക്ക് പറയാൻ വിഷയങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് ശക്തമായി ഏകാഗ്ര ഹൃദയത്തോടെ, ഒരു മനസ്സോടെ, ആവശ്യബോധത്തോടെ, നമ്മൾ 1 മണിക്കൂറെ ആകെ ദൈവസേനയിലായിരിക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യബോധത്തോടെ, നമുക്ക് ഒരു മനസ്സോടെ ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ അറിവിൽപ്പെട്ട വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാനുള്ള അവസരമാണ്. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നേതൃത്വം നൽകുവാൻ സിസ്റ്റർ ലിസി ബ്രൈറ്റ് ഫ്രം മുംബൈ, പ്രിയ സിസ്റ്ററെ വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയ സിസ്റ്റർ ലിസി ബ്രൈറ്റ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. താങ്ക് യു. ദൈവത്തിന് സ്തോത്ര. ഇപ്രകാരം പ്രഭാതത്തിൽ ഒരവസരം ഒരുക്കി തന്ന ബെൻസൺ പാസ്റ്ററിനും ചെയർമാനായിരിക്കുന്ന ദേവദാസിനും നന്ദി അറിയിക്കുന്നു. അല്ല, രാത്രി 11:30 ഞാൻ പാസ്റ്ററിന്റെ മെസ്സേജ് കാണുന്നത്. എന്നാൽ അനുസരണത്തോടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഞാൻ ഏൽക്കാമെന്ന് ഞാൻ റിപ്ലൈ കൊടുത്തു. ദൈവം സഹായിക്കട്ടെ. അതായത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. 99 ദിവസം വാസ്തവമായിട്ട് ഈ പ്രാർത്ഥനാധുനി മീറ്റിംഗ് പ്രകാരം തുടർന്ന് കൊണ്ടുപോകാൻ സഹായിച്ചു. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അത് അനേക വിഷയങ്ങൾ ഈ 99 ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ അനേക മറുപടി കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. ഇന്നും പൽക്കാലം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ തക്കോണം. വീണ്ടും ദൈവമേ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ആധാരമായി ഒരു വചനം ഞാൻ വായിച്ചുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവ സന്നിധാനത്തിൽ സമർപ്പിക്കുന്നതായിരിക്കും. 57-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിവർത്തിക്കുന്ന ദൈവത്തെ തന്നെ. അതെ പ്രിയ ദൈവമക്കളെ, ദൈവം ഓരോ നിമിഷവും അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കരം നീട്ടി നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനായിട്ട് ഈ നല്ല ഇടയനായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ നിമിഷവും നമുക്ക് ആശ്രയിപ്പാനുള്ളത് ഈ അത്യുന്നതനായ നമ്മുടെ ഇടയനായ കർത്താവിൻ്റെ പാതവിടെ മാത്രമാണ്. അപ്പൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടെ അർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ദൈവമേ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ തന്നെ അതിനായി സമർപ്പിക്കാം. പ്രത്യേക ഈ ഗ്രൂപ്പിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 99 ദിവസം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനാധുനി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഈ ഗ്രൂപ്പിനെ അതിനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ബെൻസൺ പാസ്റ്ററിനെയും കുടുംബത്തെയും അതിനായി കർത്താവ് ദൈവമേ ഒരുക്കിയതിനായി നമുക്ക് ദേവദാസിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേക കുടുംബം നേരിട്ട അവസ്ഥയിൽ നിന്ന് എത്രത്തോളം വിടുതലും ആശ്വാസവും കർത്താവ് കൊടുത്തല്ലോ. പ്രത്യേക ബിന്ദുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേമകൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പൂർണ്ണാരോഗ്യത്തോടെ എഴുന്നേറ്റ് ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതലായി ശക്തമായ വേല ജാംനറിനെ പ്രദേശത്ത് ചെയ്തെടുക്കുവാൻ വീണ്ടും പ്രിയമകളിൽ കൂടി കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. ആ കുടുംബത്തിൽ കൂടി കുഞ്ഞുങ്ങളിൽ കൂടി അത് നിവർത്തിക്കപ്പെടേണ്ടതിന് ദൈവദാസനെയും കുടുംബത്തെയും പ്രത്യേക കഴിഞ്ഞ 99 ദിവസം ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച സഹോദരങ്ങൾക്കായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേക വിഷയങ്ങൾ അവർക്ക് മറുപടി കൊടുത്ത ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ഗ്രൂപ്പിനെ ഇനിയും വളർത്തേണ്ടതിനും ആത്മീയ ദർശനങ്ങൾ പ്രാപിച്ച ദൈവിക പ്രകാരം ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് പോകാൻ ആവശ്യമായ എല്ലാ നന്മകളും ദൈവദാസനും കുടുംബത്തിനും പ്രത്യേക ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് നൽകി കൊടുക്കേണ്ടതിനെ ഗ്രൂപ്പിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിഷയം മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാവോ? നമ്മുടെ ഈ ഗ്രൂപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ 99 ദിവസം നമുക്ക് ഈ പ്രാർത്ഥന, പിന്നെ ബിന്ദുവിന് വേണ്ടിയും കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും സമർപ്പിച്ചു. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പച്ചാ കഴിഞ്ഞ രാത്രി കാലം മുഴുവനും കർത്താവ് ഞങ്ങളെ ക്ഷേമത്തോടെ സൂക്ഷിച്ചു. ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ എൻ്റെ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഈ നല്ല പ്രഭാതം ഒന്നുകൂടെ കാണുവാൻ അപ്പൻ്റെ പാദപീഠത്തിലിരുന്ന് എൻ്റെ ദൈവത്തെ സ്തുതിപ്പാനും
മഹത്വപ്പെടുത്തുവാനും കർത്താവെ ഈ വിലയേറിയ അവസരം തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അപ്പച്ച കഴിഞ്ഞു പോയ ആ 99ാമത്തെ ദിവസത്തിന്റെ ഈ നല്ല പ്രഭാതത്തിലും അപ്പനെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പാടി സ്തുതിപ്പാനുള്ള കൃപ തന്നതിനാൽ സ്തോത്രം കർത്താവെ. അപ്പ ഞങ്ങളെ അല്ലെങ്കിൽ ഇത് കർത്താസെ പറഞ്ഞതായ വിഷയങ്ങളെല്ലാം അപ്പന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച ഓരോ ദിവസവും കർത്താവ് നടത്തുന്ന വഴികളെ ഓർത്ത് ഞങ്ങൾക്ക് നന്ദി അല്ലാതെ ഒന്നുമില്ലപ്പ. നന്ദി പറയുവാൻ നാവ് പോരപ്പ, നന്ദി പറയുവാൻ നാള് പോര കർത്താവെ. അപ്പച്ചൻ ചെയ്യുന്ന നന്മകൾക്കും കൃപകൾക്കും ലലിയ 1000 നന്ദി പറഞ്ഞുണ്ട് അപ്പച്ചനെ സ്തുതിക്കുന്നു കർത്താവെ. പ്രിയ കർത്താസിയെ അപ്പച്ചന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം കഴിഞ്ഞ ഓരോ ദിവസവും ലേലിയ വളരെ വേദനയോടെ ഭാരത്തോടെ അതിവേദനയോടൊക്കെ ആയിരുന്നുവെങ്കിലും കർത്താവ് ഇത്രത്തോളം വിടുതൽ കൊടുത്ത് ഞങ്ങളോടൊപ്പം ആയിരിക്കാനുള്ള കൃപ തന്റെ ലലിതാസിക്ക് കർത്താവ് കൊടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇതിന്റെ പിന്നിൽ കരയുന്ന ലേലിയത് അനേക ദൈവമക്കളുണ്ടപ്പ. അവരുടെ കണ്ണുനീരിനെ കണ്ട് കർത്താവ് മറുപടി കൊടുത്ത് തന്റെ ദാസി ഇത്രത്തോളം ആയുസോടെ ആരോഗ്യത്തോടെ ബലത്തോടെ നിലനിർത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പൊ വൈകുന്നേരത്ത് ഞങ്ങളോടൊപ്പം ലേലിയ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത് ലീഡ് ചെയ്യുവാനുള്ള കൃപ എൻ്റെ അപ്പൻ കൊടുത്തതിനാൽ സ്തോത്രം കർത്താവേ. യാതൊരു ബുദ്ധിമുട്ടുകളോ അതിന്റെ പിന്നിൽ യാതൊരു പ്രയാസങ്ങളോ ഒന്നും നേരിടാൻ അപ്പ അനുവദിക്കരുത് കർത്താവേ. ലേലിയ ഒരു കഴുകന്റെ ചിറക് പുതുക്കി വിരിച്ചതുപോലെ തന്റെ ലളിതാസിയുടെ ആയുസിനെ നീട്ടി തന്നു കർത്താവേ. ലേലിയ മുറിവും ചതവും ഉള്ളിടത്തെല്ലാം ആ തൊക്കും തൊലിയും കർത്താവ് പുതുക്കി തന്ന് ദാസെ ഇത്രത്തോളം ബലപ്പെടുത്തിയ വലിയ കരുണയ്ക്കായി ഞാൻ നന്ദി പറയുന്നപ്പ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. അവരെ കുടുംബമായി കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അവരെ ഏൽപ്പിച്ച ജോലി ഇന്നോളം വിശ്വസ്തയോട് ചെയ്യുവാനുള്ള കൃപയപ്പൻ കൊടുത്തതിനാല് സ്തോത്രം കർത്താവെ. ലേലിയ ഈ മിനിസ്ട്രി ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ച് ഈ 99 ദിവസവും പ്രഭാതത്തിൽ അനേക ദൈവമക്കളെ കൂടി വന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ഞങ്ങൾ അനേക വിഷയങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ച് അതിനൊക്കെ വിടുതൽ കണ്ടെത്തുവാൻ വിടുതലപ്പൻ തന്ന് ഇത്രത്തോളം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന ഒത്തിരി കർത്തദാസന്മാര് ദാസിമാരൊക്കെ ഉണ്ട് കർത്താവേ. അവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ, സഹായിക്കുമാറാകണേ. അപ്പൊ അതിന്റെ പിന്നിൽ ഒത്തിരി ഭാരിച്ച ചിലവുകളുണ്ട്. അതെല്ലാം കർത്താവ് അനേക കരങ്ങളെ നീട്ടി എല്ലാം നടത്തി ചന്തമായി ഉചിതമായി താവേങ്ങയുടെ വചന എത്താത്ത ദേശങ്ങളിൽ ഇത് എത്തിച്ച് അനേകര് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായന്റെ പ്രാണപ്രിയനെ കണ്ടുമുട്ടുവാൻ തക്കോണം അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനാധ്വനി മുഖേന എന്റെ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. അനേക രോഗികൾക്ക് വിടുതൽ കൊടുത്തു, അനേകരുടെ കണ്ണുനീരിനെ ഒപ്പി അപ്പനെ ഇത്രത്തോളം നിലനിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. കർത്തദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ ഇത്രത്തോളം കൊടുത്ത കാഴ്ചപ്പാടിനായി സ്തോത്രം കർത്താവേ. അപ്പൊ ചാവേല അനുഗ്രഹിക്കപ്പെടണം. അവരായിരിക്കുന്ന ദേശത്തും അവരുടെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കപ്പെടണം. തലമുറകളെ രണ്ടുപേരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്വമുള്ള കൃപ അവർക്ക് കൊടുക്കണം. അപ്പൊ നല്ല വിദ്യാഭ്യാസം, നല്ല ഭാവി അവരാഗ്രഹിക്കുന്നതോണം കർത്താവ് അവർക്ക് നൽകണം കർത്താവേ. കുഞ്ഞുങ്ങളെ ലേലിയ അടുത്ത അധ്യയന വർഷത്തിലേക്ക് നല്ല മൂത്ത പൈതന് ക്ലാസ് തുടങ്ങി. കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവന്റെ പോക്കില് വരവില് അവന്റെ സ്കൂൾ മേഖലകളിലെല്ലാം അപ്പന്റെ കൃപയും കരുതലും കൂടെ ഇരിക്കണം. ഇളയ വയലും പരീക്ഷ എഴുതിട്ട് നിൽക്കുന്നപ്പ നല്ല വിജയം കർത്താവ് കൊടുക്കണം. അടുത്ത ക്ലാസ്സിന് കടന്നു പോകാനുള്ള എല്ലാ കൃപകളും കർത്താവ് കൊടുക്കണം. കർത്താവ് പത്യോദേശത്തിൽ വളരുവാൻ കർത്താവ് സഹായിക്കണം. സഭയ്ക്ക് അനുഗ്രഹമാക്കണം, ദേശത്തിന് അനുഗ്രഹമായി തീരണം. അവൻ പോകുന്ന സ്കൂളിന് അവരനുഗ്രഹമായി തീരണം. കർത്താവ് സഹായിക്കണമേ. കർത്തദാസന്റെ കൈക്കും കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുത്തതിനാല് സ്തോത്രം കർത്താവേ. ഇത്രത്തോളം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ. അടിയന്റെ കുറവുകള് ഈ പ്രാർത്ഥിച്ച വിഷയത്തിനൊന്നും ഒരു തടസ്സമായി തീരല്ലേ കർത്താവേ. കൊടുത്ത വിടുതലിനായി സ്തോത്രം, അനുഗ്രഹത്തിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വം കർത്താവിന് വരവിനാ ഒരുക്കണം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ ആമേൻ ആമേൻ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച മനസ്സിനെ ദൈവം ധാരാളമേ അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യങ്ങളെ, നമ്മുടെ രാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സഭകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേക ആരാധനാലയങ്ങൾ പ്രത്യേക യൂപ്പിലെല്ലാം അടഞ്ഞു കിടക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് ദൈവമക്കൾ ഒരു ആരാധനാലയം ഉണ്ടാക്കുമ്പോൾ ആരാധിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സഭകൾക്കും ഒരു വ്യത്യാസം വരുവാൻ, ആരാധനയുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അടഞ്ഞെടുക്കുന്ന ആലയങ്ങൾ തുറക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ എല്ലാ അഭിഷക്തന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആത്മഭാരമുള്ള അഭിഷക്തന്മാരായി തീരുവാൻ, പ്രാർത്ഥനാ ജീവിതമുള്ള അഭിഷക്തന്മാരായി തീരുവാൻ നമ്മുടെ സഭകളിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേക നേതൃസ്ഥാനത്തായിരിക്കുന്ന ഓരോ സംഘടനയുടെയും ചുമതല വഹിക്കുന്ന അഭിഷക്തന്മാർ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ ദൈവമേ പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. അതിനുള്ള ജ്ഞാനവും വിവേകം അവർക്ക് കൊടുക്കേണ്ടതിനായി ഈ വിഷയങ്ങളെ ഏൽപ്പിച്ച ഒരു ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാം. വിഷയം കേട്ടോ? രാജ്യത്തുള്ള എല്ലാ സഭകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അടഞ്ഞു കിടക്കുന്ന ആരാധനാലയങ്ങൾ തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ സഭയിലും ശുശ്രൂഷിക്കുന്ന എല്ലാ അഭിഷക്തന്മാരും ദർശനവും ദൈവകൃപ പ്രാപിച്ച വിശ്വസത്തോടെ നിലനിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്ന നേതൃസ്ഥാനം വഹിക്കുന്ന അഭിഷക്തന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങൾക്കായിട്ട് ഒരു ദൈവദാസനെ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ രാജാവേ, നാം അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. നല്ല യേശു കർത്താവേ, നാഥ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇപ്രകാരം പ്രാർത്ഥിപ്പാൻ തക്കോണം കർത്താവേ, സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ സൗകര്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. പോയ രാത്രി കാലവും കർത്താവേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു. ആമേൻ. ഈ പ്രഭാത സമയത്ത് കർത്താവേ, നാഥ ഞങ്ങളുടെ ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതിനെ ഞങ്ങളുടെ ഇന്ത്യയിൽ കർത്താവേ ഹല്ലേലൂയ ആയിരിക്കുന്ന എല്ലാ ആമേ കർത്താവ് നാഥ ദൈവത്തെ നാഥ അങ്ങേ ഉയർത്തുന്ന എല്ലാ സ്ഥാനത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. എല്ലാ അഭിഷക്തന്മാരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗീയ പിതാവേ, നാഥ നൽകർത്ത അനേക സഭകൾ ഇന്ന് കർത്താവെ അടഞ്ഞു കിടക്കുന്നു. യേശപ്പ, നാഥ അടഞ്ഞു കിടക്കുന്ന സഭകൾ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുന്ന അനേക ആരാധന ആലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. യേശപ്പ, നാഥ അതെല്ലാം തുറക്കപ്പെടണം കർത്താവേ. ജനസന്തോഷത്തോടെ ആമേ കർത്താവ് ഉത്സാഹത്തോടെ അങ്ങേ ആരാധിക്കേണ്ടതിന് എല്ലാ തടസ്സങ്ങളെയും കർത്താവ് മാറ്റണം അപ്പച്ച. ദൈവമേ, നാഥ എന്തുകൊണ്ട് കർത്താവ് ഇതെല്ലാം അടഞ്ഞുവോ? ആമേ കർത്താവേ, നാഥ ഹല്ലേലൂയ കർത്താവേ, അവിടെ കർത്താവ് ഒന്ന് പ്രവർത്തിക്കുമാറാകണം. ആരാധന ആലയങ്ങൾ തുറക്കപ്പെടണം കർത്താവേ. അമേനേശപ്പച്ച, നാഥങ്ങ് പ്രവർത്തിച്ചാട്ട് പിന്നെയും കർത്താവ് അനേക ജീവിതങ്ങൾ കർത്താവേ ആമേക രക്ഷിതാവായിരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ തക്കോണം നാഥനെ അങ്ങ് പ്രവർത്തിക്കുമാറാകണമേ. ഉണർവിന്റെ ആവിയെ കർത്താവ് ഐക്യമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് ഓരോ സഭകളെയും സംഘടനകളെയും ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാരെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേ ദൈവദാസന്മാർ കർത്താവേ, ആമേ കർത്താവേ, നാഥ അവരെ കർത്താവ് ശക്തിയോടെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണം. ആമേ കർത്താവേ, നിശ്ചയത്തോടെയും ആത്മാവിന്റെ വലിയ ശക്തിയോടെ ദൈവവചനം പ്രസ്താവിക്കുവാൻ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ജനത്തെ അറിയിപ്പാൻ, അത് ആത്മനിറവോടെ പ്രവർത്തിക്കുവാൻ ആമേ കർത്താവേ തിരുമേനി സഹായിക്കണം. ആമേ ശക്തിയോടെ അങ്ങ് ഉപയോഗിച്ചാട്ട് കർത്താവേ ദൈവദാസന്മാർക്കെതിരായിട്ടുള്ള എല്ലാ കാലിലെ ഭീഷണികളിൽ നിന്നും ആമേ കർത്തല്ല ഉപദ്രവങ്ങളിൽ നിന്നും ആമേ കർത്തങ്ങ് വരെ സംരക്ഷിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേ കർത്താവേ, നാഥ തൃക്കരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ് കർത്താവ്. സഭകൾ വളരട്ടെ. ആമേ കർത്താവ് അനേക സത്യസഭകൾ കാലിലെ തുറക്കപ്പെടട്ടെ. ദൈവദാസന്മാരെ ശക്തിയോടെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചാട്ട് കർത്താവേ. യേശുപ്പ, നാഥ ഇന്ത്യ കർത്താവ് ഉണരട്ട് കർത്താവേ. ഇന്ത്യ ഉണരട്ട് കർത്താവേ. നാഥനെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ സമയത്ത് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗീയ രാജാവോടുന്ന് പ്രവർത്തിച്ചിരിക്കുക. സ്തോത്രം. ആമേ ഞങ്ങളുടെ ഇന്ത്യക്ക് മാത്രമല്ല ആമേ കർത്താവ് എവിടെയെല്ലാം സത്യസഭകൾ കർത്താവേ ആമേ കർത്താവ് ഉണ്ടോ അവിടെയെല്ലാം കർത്താവ് ആത്മാവിന്റെ വലിയ ശക്തി കർത്താവ് പകരുകയും, എന്നാൽ കർത്താവ് അനേക രാജ്യങ്ങളിൽ കർത്താവ് സഭകൾ അടഞ്ഞു കിടക്കുന്നതായിട്ട് അറിയുന്നു. അവയെല്ലാം തുറക്കപ്പെടണം കർത്താവേ. അവയെല്ലാം തുറക്കപ്പെടണം കർത്താവേ. ജനത്തിനെല്ലാം കർത്താവ് പാപബോധം ഉണ്ടാകണം.
ആമേ കർത്താവേ, നാഥ അങ്ങയുടെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരമല്ലണം പരിശുദ്ധ പിതാവേ. ആമേ ആമേ. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവമേ വിഷയങ്ങളുടെ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുന്നതിനാടൊക്കെ വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച സാലിസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്തായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വചനം ഞാൻ വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ. അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാർ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോക സംഭവങ്ങളെല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്നത് സത്യസുവിശേഷത്തിന്റെ വാതിൽ അടയുമ്പോൾ വാസ്തവമായിട്ട് നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയില്ല. വിശ്വാസത്തോടെ നമ്മുടെ രാജ്യം മുഴുവൻ സുവിശേഷീകരിക്കപ്പെടുവാനും പ്രത്യേകാല എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വെക്കേഷന്റെ സമയത്ത് VBSന്റെ ക്ലാസ് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. യാതൊരു വിധമായ പ്രയാസം ആർക്കും ഉണ്ടാകാതെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ദൈവമക്കളെ, വയമിന്റെ പ്രവർത്തനം, ക്യാമ്പസ് കുറിച്ച് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലങ്ങൾ ഒരു ട്രാക്ട് പോലും കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ദൈവമേ, ഈ അവസ്ഥയ്ക്കെല്ലാം ഒരു വ്യത്യാസം വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യം മുഴുവൻ സത്യസുവിശേഷം അറിയിക്കണം. നമ്മുടെ 802 ഡിസ്ട്രിക്റ്റും വാസ്തവമായിട്ട് സുവിശേഷീകരിക്കപ്പെടണം. നല്ല വഴികൾ ദൈവം നമ്മുടെ ജയിൽ മിനിസ്ട്രി, ഹോസ്പിറ്റൽ മിനിസ്ട്രി, സ്കൂൾ മിനിസ്ട്രി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നാണ് ഇതൊന്നും ിരിക്കുന്നു. കാരണം ഇന്നലെ ഞാനൊരു സാക്ഷ്യം കേട്ടു. ഹോസ്പിറ്റലിൽ ഞാൻ അറിയുന്ന 3-4 വ്യക്തികളാണ് സൈൻ ഹോസ്പിറ്റലിൽ ഇപ്പോഴല്ല 1991 സുവിശേഷീകരണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്ന 3-4 ദൈവദാസന്മാർ ഇങ്ങനെ അനുഭവം പറയാനുണ്ടായി. ഇന്ന ദൈവദാസൻ തോമസ് ഗോഡ്സ് മിഷന്റെ ഒരു ദൈവദാസന്റെ വിഷയമാണ് പറഞ്ഞത്. ദൈവമക്കളെ, ഞാനൊരു ഫ്യൂണറൽ വിഷയത്തിന് സംബന്ധിച്ചപ്പോൾ അവിടെ പറഞ്ഞ വിഷയമാണ്. 4 ദൈവദാസന്മാര് അവിടെ സുഖമില്ലാതെ സയൻസ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയതനുസരിച്ച് കർത്താവിനെ കണ്ടുമുട്ടി. ഇന്നല്ല നമ്മുടെ ഹോസ്പിറ്റലിൽ പോയൊരു സുവിശേഷം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് ആഗ്രഹത്തോടെ യഹോവ നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുവാന് വസ്തുമാർഗ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ബന്ധനത്തിൽ കിടക്കുന്ന ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് ജയിൽ മിനിസ്ട്രി, നമുക്ക് ജയിലുകളിൽ സുവിശേഷം അറിയിക്കുവാൻ വസ്തുമായിട്ടുള്ള വഴികളെല്ലാം തുറക്കപ്പെടട്ടെ. നമുക്ക് ആത്മഭാരത്തോടെ വിശ്വാസത്തോടെ നമുക്ക് വാസ്തവമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധാനത്തിൽ ജയിലുകളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അനേക അഭിഷക്തന്മാരുണ്ട്. ഹൃദയമക്കളെ ഒന്ന് ഓർത്ത് നോക്കും. ഒരു ദൈവദാസൻ ഒരു ജയിലിൽ കിടക്കുമ്പോൾ അവന്റെ കുടുംബ സഭ അവരുടെ അവസ്ഥയിൽ നമ്മുടെ വിഷയമായിട്ട് നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. സ്വർഗീയ സമാധാനം അവർക്ക് കൊടുക്കട്ടെ. കാരാഗ്രഹത്തിൽ നമ്മൾ പാട്ട് പാടുന്നതിൽ ഇന്നും സൂര്യശോഭ കാണുവാന് പൗലോസിനെ പോലെ ദൃഢനിശ്ചയത്തോട് ആയി തിരുവാൻ ജയിലുകളിലായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു ശബ്ദം നിർത്തിയാൽ പ്രാർത്ഥിച്ചാട്ടെ. നല്ല സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മുടെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരുത്തിലേക്ക് ഏൽപ്പിച്ചേരുന്നപ്പാ. ദൈവത്തിന് അസാധ്യമായൊന്നുമില്ലപ്പാ. ഹല്ലേലൂയ. അങ്ങ് അസാധ്യത്തെ സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവമാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, ആമേൻ. ചർച്ച് ഏണസ്റ്റ്ലി പ്രേ ചെയ്തപ്പോൾ കർത്താവേ, ഹല്ലേലൂയ, ആമേൻ, പീറ്റർ ഹല്ലേലൂയ ജയിലിൽ നിന്നും ഹല്ലേലൂയ ഇറങ്ങി വന്നതുപോലെ സർവശക്തനായ ദൈവമേ, ഈ ആമേൻ സമയത്ത് ഈ യുഗത്തിൽ കർത്താവെ അനേക ദൈവദാസന്മാർ ജയിലിലായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഏണസ്റ്റ്ലി പ്രാർത്ഥിക്കുമാറും ദൈവമേ, ഹല്ലേലൂയ, അനേകർ വിടുവിക്കപ്പെടുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹല്ലേലൂയ, ഓ പ്രൈസ് ദ ലോർഡ്, ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ഞങ്ങൾ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചിരുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹല്ലേലൂയ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ കറപ്റ്റായിരിക്കുന്ന ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് റിലീജിയസ് ഫേവറിറ്റിസം കാണിക്കുന്ന ആമേൻ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ദൈവമേ, ഹല്ലേലൂയ, അങ്ങേ ഹല്ലേലൂയ മാറ്റുവാൻ ഹല്ലേലൂയ അതിശക്തനാണല്ലോ കർത്താവേ. ഓ സർവശക്തനായ ദൈവമാണല്ലോ കർത്താവേ. ആമേൻ. വിരോധികളുടെ കണ്ണുകൾ തുറക്കുമാർ എൻ്റെ ദൈവത്തിന്റെ കരമൊന്ന് ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗാഡ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു കർത്താവേ. ജയിലിലായിരിക്കുന്ന കർത്താവേ
ദേവദാസന്മാര് അവരുടെ കർത്താവെ ഹാലേലിയ കുടുംബാംഗങ്ങൾ കർത്താവെ ആയിരിക്കുന്നിടത്ത് ആമേൻ അവര് അഭിമുഖീകരിക്കുന്ന കർത്താവെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കർത്താവെ ഈ ആമേൻ സാഹചര്യത്തില് ആ ചർച്ചിന്റെ അവസ്ഥ എന്റെ ദൈവമേ ഞങ്ങൾ കർത്താവിന്റെ കരുത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആമേൻ ഹല്ലേലൂയ. എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല, സർവശക്തനായ ദൈവത്തിനൊന്നും അസാധ്യമല്ല. കർത്താവെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. ആമേൻ സാഹചര്യങ്ങൾക്കൊക്കെ കർത്താവെ ഒരു ആമേൻ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്ന സർവശക്തനായ ദൈവമാണ് അങ്ങ് കർത്താവേ. ആമേൻ ഹല്ലേലൂയ. കർത്താവേ അനേകരോട് കർത്താവെ സുവിശേഷമൊക്കെ പറഞ്ഞ് അനേകരെ കർത്താവെ വിശ്വാസത്തിൽ നേടുവാനും അനേകർക്ക് കർത്താവെ ഹോസ്പിറ്റലിലൊക്കെ പോയി കർത്താവെ ജയിലിലൊക്കെ പോയി കർത്താവ് സുവിശേഷം പറയുവാൻ അനേകർക്ക് വേണ്ടി സൗഖ്യം പകർന്ന് അങ്ങനെ അനേകര് ആമേൻ ഹല്ലേലൂയ ആമേൻ വിടുതൽ ത്രൂ കർത്താവെയൊക്കെ ദൈവദാസന്മാരായി തീരുവാനും കർത്താവെ ഇന്ന് ദൈവമേ അതൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാനൊക്കത്തില്ലല്ലോ കർത്താവെ. അതുപോലൊരു ഹല്ലേലൂയ പ്രതിസന്ധിയായി തീർന്നിരിക്കുകയാണല്ലോ കർത്താവെ. ജനങ്ങളുടെ കർത്താവെ കണ്ണുകളെ തുറക്കണമേ. പിന്നെയും ഞങ്ങൾ കർത്താവെ ഒരു പ്രാവശ്യം കൂടെ കർത്താവെ അനേകരോട് സുവിശേഷം പറയുവാൻ അനേകർക്ക് ട്രാക്സ് കൊടുക്കുവാനൊക്കെ കർത്താവെ ഒരു ആമേൻ നല്ല കാലം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ ദൈവത്തിന്റെ കരമൊന്ന് ചലിക്കണമേ, സ്വർഗീയ കവാടം തുറക്കണമേ. അപ്പാ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ. വിഷയത്തിന്മേൽ എന്റെ ദൈവത്തിന്റെ കരമൊന്ന് ചലിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം കർത്താവ്. നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച ദേവദാസിനെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികളെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. 28 സ്റ്റേറ്റ് ഭരിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സിനെ, മുഖ്യമന്ത്രിമാരെ, ഗവർണർ, ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണം ഓരോ ഡിസ്ട്രിക്റ്റും ഭരിക്കുന്ന ഓരോ കളക്ടറുടെ കീഴിലാണ്. വാസ്തവമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കൾ അവർക്കെല്ലാം ദൈവം ജ്ഞാനവും വിവേകത്തോടെ വിശ്വസ്തയോടെ ഭരിപ്പാടില്ല ഞാൻ കൊടുക്കേണ്ടതിനായിട്ട് 28 സ്റ്റേറ്റും ഭരിക്കുന്ന യൂണിയൻ ടെറിട്ടറി പ്രദേശം ഭരിക്കുന്ന കേന്ദ്രമന്ത്രി ഇവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രസിഡന്റിന് വേണ്ടി, പ്രൈം മിനിസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സിന് ജ്ഞാനത്തോടെ വിവേകത്തോടെ സത്യത്തോടെ ജനത്തിന് വേണ്ടി ഭരിക്കുന്ന ഭരണാധികാരികളായി തീരുവാൻ നമുക്ക് വാസ്തവമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തുള്ള പോലീസ് ഫോഴ്സ്, എയർഫോഴ്സ്, ആർമി, നേവി ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈ ദിനങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ചില പോലീസ് അധികാരികൾ മാനസാന്തരപ്പെട്ട സഭയിൽ കടന്നു വരണം. ആത്മഭാരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കും. വാസ്തവമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഭരണാധികാരിയുടെ ഉള്ളത്തിൽ ഇടപെടേണ്ടതിനായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഭരണാധികാരികളെ ഈ പോലീസ് ഫോഴ്സിനെല്ലാം ഏൽപ്പിച്ച് സത്യമുറുത്തി ഒരു പരിശുദ്ധാത്മാവിന്റെ പുറകെ പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മക്കളാവുന്ന ഞങ്ങൾക്ക് കർത്താവ് പ്രാർത്ഥനയുടെ കർത്താവെ അല്ലെങ്കിൽ കുടിവരവില് അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്നൊക്കെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്ന സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ പിതാവെ, പ്രത്യേക അനേക വിഷയങ്ങള് ആമേൻ കർത്താവെ പ്രാർത്ഥിപ്പാൻ ഗുണം കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ലീഡിയെന്ന പ്രിയ മാതാവിനായി സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് അനേക വിഷയങ്ങൾ കർത്താവ് ഞങ്ങളുടെ സഹോദരങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പ്രത്യേക ഭരണാധികാരികൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ ആമേൻ ഹല്ലേലൂയ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകാലം ഞങ്ങളുടെ ഇന്ത്യയുടെ 28 സ്റ്റേറ്റുകൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യം ഒരു സ്വാതന്ത്ര്യ രാജ്യമാണല്ലോ കർത്താവെ. ഇതുവരെ ഞങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കോണം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ കർത്താവെ. എങ്കിലും കർത്താവെ, ഒരു വല്ലാത്തൊരു കാലഘട്ടത്തില് ഞങ്ങളുടെ ഇന്ത്യ രാജ്യം വന്നെത്തിയിരിക്കുന്നു കർത്താവെ. അപ്പൊ നീ സകലതും അറിയുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ മേഖലകളിൽ നടക്കുന്ന സുവിശേഷ വിരോധികളാൽ നടക്കുന്ന കർത്താവെ പ്രശ്നങ്ങളെ നീ നന്നായി അറിയുന്ന ദൈവമായിരിക്കാൻ സ്തുതിക്കുന്നപ്പ. ഞങ്ങളുടെ സഹോദരങ്ങള് ജയിലറകളിലായിരിക്കുന്നല്ലോ കർത്താവെ. ദൈവം അവർക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുമെന്നൊക്കെ ഇടയായല്ലോ. അതെല്ലാം ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക്
സ്വാതന്ത്ര്യ രാജ്യമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ കർത്താവെ ഭൂമിയിൽ ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുവാൻ കഴിയാതെ കൊണ്ട് ഞങ്ങള് വളരെ ഭാരപ്പെടുന്ന കർത്താവെ, സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളോട് മനസ്സരിയണമേ. പ്രത്യേകാല അതിന്റെ കർത്താവ് ഭരണാധികാരികളോട് കർത്താവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പൊ ഏത് മനുഷ്യന് ഏതോ വിധത്തിലും കർത്താവിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ കർത്താവെ, അത് നഷ്ടപ്പെട്ടിരിക്കുന്ന കർത്താവെ. അപ്പൊ സ്വാതന്ത്ര്യത്തോടെ കർത്താവ് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്തൊരു ഭരണകൂടത്തിന്റെ കീഴില് ഞങ്ങളായിത്തീർന്നിരിക്കുന്ന കർത്താവെ, സ്വർഗമേ മനസ്സരിയണമേ. കർത്താവേ നീ ദയ തോന്നണമേ, കർത്താവേ നീ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ കർത്താവെ ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിന്റെ 28 സ്റ്റേറ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ആമേ നല്ല നല്ലൊരു ഭരണഘടനയെ കുറിച്ചുള്ള ബോധം കൊടുത്ത കർത്താവെ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാ മനുഷ്യരും ഒരുപോലെ കർത്താവ് ജീവിക്കുവാനും അവരുടെ വിശ്വാസങ്ങൾക്കൊത്ത് കർത്താവിന് ദൈവത്തെ അല്ലെങ്കിൽ സേവിക്കുവാനും കർത്താവ് ആമേൻ അതിനുള്ള അധികാരങ്ങളും അതിനുള്ള പ്രവൃത്തികളും കർത്താവ് നടക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിനുള്ള അധികാരികൾ ഈ കാലഘട്ടങ്ങളിൽ ആമേൻ അവരുടെ നാവുകളെ തുറക്കട്ടെ കർത്താവെ. ആമേൻ പീഡിപ്പിക്കപ്പെടുന്ന ജനത്തിനു വേണ്ടി ഭരണാധികാരികൾ അവരുടെ നാവുകളെ ഉയർത്തി കർത്താവെ നേരോട് ഭരണങ്ങൾ നടത്തുവാൻ ഞങ്ങളുടെ ഇന്ത്യ രാജ്യം സുരക്ഷിതമായി നിൽക്കുവാൻ നോക്കണം. നിന്റെ മക്കളാവുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലോ അപ്പ. സമാധാനം സന്തോഷം ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണമല്ലോ കർത്താവെ. ദൈവമേ അതാണല്ലോ കർത്താവ് ഞങ്ങളുടെ ആഗ്രഹം. അത് ആ പ്രകാരം നീ ചെയ്യുന്ന ദൈവമായിരിക്കാൻ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പോലീസ് അധികാരികളെ കർത്താവെ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികളെ, അവരുടെ കീഴിലുള്ള പോലീസ് അധികാരികളെ പ്രത്യേകാൽ കർത്താവെ ലലിയ മദ്യത്തിനും മയക്കുമരുന്നിനും കർത്താവെ ലലിയ അങ്ങനെ സാമ്പത്തികമാകുന്ന നന്മയ്ക്ക് വേണ്ടി ആമേ ഇന്ത്യയിലുള്ള ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആമേ വ്യക്തി ജീവിതങ്ങളെ പിടിക്കുവാനും അവനെ ജയിലറകളിലാക്കുവാനും അധികാരികൾക്ക് അതിനുള്ള അവസരങ്ങൾ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ. അപ്പാപ്പന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ബലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവെ ഞങ്ങൾ നിലനിൽക്കുവാനും കർത്താവ് ഇതിന് സമാധാനത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഭരണാധികാരികളെല്ലാം ആമേൻ കഷ്ടത അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി അവരുടെ അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുവാൻ അവരുടെ അധികാരം ഉപയോഗിക്കുവാൻ എന്നൊക്കെ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. വടക്കേന്ത്യ പ്രദേശങ്ങളിൽ വളരെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ. ആ മേലടിയന് മുമ്പായി പ്രാർത്ഥിച്ച പ്രിയ കർത്തദാസൻ പ്രാർത്ഥിച്ച പോലെ ദൈവമേ ജയിലറകളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ അപ്പ, അവരെല്ലാം പുറത്തു കൊണ്ടുവരുവാൻ നോക്കണം. അധികാരികളെ കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കരങ്ങളിലേക്ക് ബലമേൽപ്പിക്കുന്ന കർത്താവേ, സ്വർഗമേ ഞങ്ങളുടെ ആഗ്രഹത്തെ നീ അറിയാലായി സ്തോത്രം. അവിടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ദൈവം ഈ രാവിലെ സമയം ഞങ്ങളുടെ മധ്യ കർത്താവ് ഉള്ളതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്താട്ടെ. ഞങ്ങളുടെ 28 സ്റ്റേറ്റിലെയും ഭരണാധികാരിയെയും അതിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അല്ലേലൂയ കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും സമാധാനത്തോടെ അവരുടെ രാജ്യങ്ങളെ ആമേ സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ കൊടുക്കുകയും ചെയ്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ബലമേൽപ്പിക്കുന്നു കർത്താവെ. വീണ്ടും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് കൃപ കൊടുത്താട്ടെ സഹായിച്ച് ദൈവനാമ മഹത്വത്തിനെ ഒരുക്കാട്ടെ. ഞങ്ങളുടെ നല്ല കർത്താവ് രക്ഷകനുമായിരിക്കുന്നു യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് സകല വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വേണ്ടി സഹായിക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. പ്രാർത്ഥന കേട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച ദേവദാസിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി നമ്മുടെ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വൃദ്ധമാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓർഫനേജ് നടത്തുന്നവർക്ക്, ഓർഫനേജിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് സമാധാനവും സ്വസ്ഥമുള്ള ജീവിതം. നമുക്കറിയാം, നമ്മൾ ന്യൂസ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം മാതാപിതാക്കൾ മക്കൾ കൈവെടിഞ്ഞ ഓർഫന അങ്ങനെയുള്ളവരെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ ആർക്കൊരു ദോഷം വരാതവണ്ണം നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഓർഫനേജ് സ്ഥാപനങ്ങളും വിശ്വസ്തയോടെ ചെയ്യുവാൻ അന്ന് നേതൃത്വം കൊടുക്കുന്നവർക്ക് സഹായിക്കട്ടെ. അതിനുള്ള വിഷയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എക്സാം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല വിജയം കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോൺ എടുത്ത് പുറത്ത് പഠിക്കാൻ പോയ അനേക കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ജോലിയില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. ദൈവമേ കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അവരെ ബലപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ അപ്പച്ചൻ വഴി തുറന്നു കൊടുക്കേണ്ടതിനായിട്ടും നമ്മുടെ തലമുറയുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടുകൂടി തന്നെ പ്രായമായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം തക്കതായി തുണി ഒരുക്കി കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും വാസ്തവമായിട്ട് സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ
പ്രാർത്ഥനാ പോയിന്റുകൾ നിർത്തിയാണ് നമ്മുടെ തലമുറയുടെ വിദ്യാഭ്യാസം, ദൈവമേ ആത്മീയ ജീവിതം എല്ലാം പുഷ്ടി പ്രാപിച്ച നമ്മുടെ തലമുറകൾക്ക് വളർന്നു കാണുവാൻ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പറയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ ശബ്ദം നിർത്തി പ്രാർത്ഥിച്ചാണ്. പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ സമയം പോകുന്നു. സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, കർത്താവേ, ഇവിടെ വിഷയം അവതരിപ്പിച്ച എല്ലാ വിഷയത്തിന്മേലും കർത്താവേ ഇവിടെ അല്പം പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കർത്താവേ, പിൻതലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളെ കർത്താവേ ഇവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ശത്രുനോട്ടോട് വേണ്ടി ആകാതവണം ദൈവമേ അവിടുത്തെ ദൂതന്മാരാൽ കാവൽ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോക ഇമ്പങ്ങളിൽ വരഞ്ഞോടുവാൻ കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീരുവാൻ ഒരു നാളും അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരുടെ വിദ്യാഭ്യാസത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ. ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കഴിവും കർത്താവെ അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു. നല്ല അന്വേഷണമൊക്കെയും കർത്താവെ അടുത്ത വർഷക്കാലം ലഭിപ്പാൻ ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വഴികളും വാതിലും സഹായിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. അവിടെ പഠിപ്പാൻ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നുവല്ലോ. കർത്താവെ, അവിടുന്ന് ആവശ്യമായ പുതിയ വഴി തുറന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവി കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, സകല പ്രശ്ന പരിഹാരം അവിടുന്ന് ആകയാൽ അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന യാതനയും കേട്ടിരിക്കായി സ്തോത്രം. സകല യേശു ക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവ് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേല്, നമ്മുടെ തലമുറയുടെ മേല്, വിഷയത്തിന്റെ മേലെല്ലാം കർത്താവ് ജയം തരുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച അമ്മയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കാം. പ്രയർ പോയിന്റ് ആർക്കെങ്കിലും സ്പെഷ്യൽ പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഞാൻ അവസാനിപ്പിക്കാം. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്, എത്രത്തോളം സമയത്തിന്റെ പാതത്തിൽ ഇരിക്കുവാനും മധ്യസ്ഥ ചെയ്യുവാനും ദൈവമേടികളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത നല്ലിടനായ ദൈവമേ, അങ്ങയുടെ പാതത്തിലേക്ക് അടങ്ങ് സമർപ്പിച്ച എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വൃദ്ധാളുടെ തലമുറകളെ എല്ലായിടങ്ങളും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം എക്സാം എഴുതിയിരിക്കുന്ന അടുങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല വിജയം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നത്. പുറം രാജ്യങ്ങളിൽ കടന്നുപോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ്, ലോൺ എടുത്തിട്ട് അടയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. അപ്പാ, കർത്താവരെ കൈവിടരുതേ. അടികൾ വായിച്ച വചനപ്രകാരം അത്യുന്നതനായ ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്ന, തന്നെ കാത്തിരിക്കുന്നവരെ ആരും അപ്പച്ചൻ തള്ളിക്കളയില്ല. അപ്പാടുകളുടെ തലമുറകൾക്കെല്ലാം വഴിവാൽക തുറന്നു കൊടുക്കട്ടെ. കർത്താവെ, പഠിച്ച് ജോലിയില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവിടെ വിദ്യാഭ്യാസത്തിന്റെ അനുസരിച്ച് അവർക്ക് ജോലി ലഭിക്കട്ടെ. കർത്താവെ, ആരും ഡിപ്രഷനിൽ പോവാൻ ഇടയാക്കരുത്. കർത്താവെ, അനേകർ ഈ ദിനങ്ങളില് ദൈവമേ ആത്മഹത്യ പ്രേരണ ദൈവമേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. ആരും ദൈവമേ അടുക്കണ കുഞ്ഞുങ്ങളൊന്നും അനുഭവത്തിൽ പോവാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഡൈവോഴ്സ് ചെയ്യുന്ന ദൈവമേ അവസ്ഥ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നപ്പാ, കർത്താവ് കൂട്ടിച്ചേർത്ത് ഒരു കുടുംബം പോലും വേറെ പിരിവാനിടയാക്കാതെ വേണം. ദൈവമേ എല്ലാ കുടുംബ ജീവിതത്തിലും ദൈവിക സമാധാനം നിറയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ദൈവമേ, അങ്ങനെ ഭാരങ്ങളെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി അടുങ്ങ് പ്രാർത്ഥിക്കുന്നപ്പാ, സ്വർഗീയ സമാധാനം എല്ലാവർക്കും നൽകി കൊടുക്കണമേ. രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കാണ് പ്രാർത്ഥിക്കുന്നു. ശരീര അസ്വസ്ഥകളാൽ ഭാരപ്പെടുന്നവർക്ക് വിടുതലും ആശ്വാസം ഉണ്ടാകട്ടെ. കർത്താവെ, വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ധ്വനി ഗ്രൂപ്പിന് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കരുകൾ ഏൽപ്പിക്കുന്നു. ചെയർമാനായിരിക്കുന്ന ദേവദാസിന് ഞങ്ങളുടെ കരുകൾ ഏൽപ്പിക്കുന്നു. മെസ്സേജ് പറയുന്ന ദേവദാസനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, ഇത്രത്തോളം സമയം സഹായിച്ചതിനായി ദൈവമേ അങ്ങേ വാഴ്ത്തുന്നു. ദൈവങ്ങൾ സമ്പൂർണ്ണമായി സകല വിഷയങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. സകല യേശുപ്പത്തിന്റെ നാമത്തെ താങ്കളോട് അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. എത്രത്തോളം സമയം തന്ന ദേവദാസിനും കുടുംബത്തിനും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയം ഞാൻ ദേവദാസിന് കൈമാറുന്നു. താങ്ക് യു ആന്റി. പ്രിയ ലിസി ആന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല പോലെ വിഷയങ്ങളൊക്കെ
പേരുപേരായി സിസ്റ്റമാറ്റിക്കായി പ്രിയ സിസ്റ്റർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രിയ ലിസി ആൻറ്റിയെ, കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ അറിയപ്പെട്ട വിഷയങ്ങളെല്ലാം നമുക്കറിയാം. ഇത് സമയബന്ധിതമായുള്ളൊരു പ്രോഗ്രാമാണ്. 1 മണിക്കൂറേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ തീർക്കണമല്ലോ. അതുകൊണ്ട് നമുക്കറിയാം വേഗത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്കിലും നമ്മൾ അറിവിൽപ്പെട്ട എല്ലാ വിഷയങ്ങളെയും വെച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം ഇന്ന് പകലിലും ദൈവം നമ്മളെ ബലപ്പെടുത്തി നടത്തുന്ന വഴികൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നും ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെ മറുപടി ലഭിക്കുന്നത് വരെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യാൽ ഇന്ന് പകൽക്കാലം നമുക്കറിയാം 99ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ പ്രഭാത പ്രാർത്ഥനയുടെ. ദൈവഹിതമെങ്കിൽ നാളെ 100ാമത്തെ ദിവസമാണ്. അനേക പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഞാൻ ഇന്നലെ എന്നവണ്ണം ഓർക്കുന്നു, ഇതിൻ്റെ തുടക്കം മുതൽ ഏകദേശം 40 ദിവസം ഞാൻ അവധിയുള്ള ബന്ധത്തിൽ നാട്ടിലായിരുന്നപ്പോൾ ജനുവരി 1 മുതൽ ഞാൻ വരുന്ന ഫെബ്രുവരി 8-ാം തീയതി വരെ എല്ലാ ദിവസവും ഇതിൽ അറ്റൻഡ് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. എൻ്റെ ജീവിതത്തിൽ അത് മറക്കാനാകാത്ത ദിവസം, നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ്. ആ ദിവസങ്ങളൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ ആയിരുന്നാൽ ഇതിൻ്റെ സമയത്തിൻ്റെ പ്രയാസങ്ങൾ ഇവിടെ 3 മണി കഴിയും. ഏകദേശം നാട്ടിലെ 6 മണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 3:15-3:30 ആകുന്ന സമയമാണ്. ആ സമയമൊക്കെ നിങ്ങൾക്ക് അറിയാം, ബുദ്ധിമുട്ടാണ്. സാധാരണ ഞങ്ങൾ കിടക്കുന്നതൊക്കെ 1 മണി 12:30 1 മണിയായിട്ടാണ്. ഇന്നലെ 1:30 ആയിട്ടാണ് ഞാൻ കിടന്നത്. എന്നിട്ട് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രയാസമെങ്കിലും ആവോളം ദിവസങ്ങളിൽ ഇതിൽ അറ്റൻഡ് ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്യുന്നുമുണ്ട്. ദൈവം തുടർന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവം നമ്മളെ നടത്തട്ടെ. ശക്തമായി നമ്മുടെ വിഷയങ്ങൾ മാത്രമല്ലല്ലോ ദൈവമക്കളെ, നമ്മുടെ അറിവിൽപ്പെട്ട വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും അത് നമുക്ക് അനുഗ്രഹമായി തീരും. ഇന്ന് പകൽക്കാലം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. പ്രിയ ബെൻസൺ പാസ്റ്ററെ, കുടുംബത്തെ, മറ്റ് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുണ്ട്, പ്രിയ ആൻറ്റിമാരുണ്ട്, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നത് അല്പനിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. വേഗത്തിൽ ആ സമയത്ത് തന്നെ അത് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ദൈവമക്കളെ, അതിനാധാരമായി ഒരു വാക്യം, നമുക്കറിയാവുന്ന വാക്യമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. എഫേസ്യ ലേഖനം 6:18 ഞാൻ വായിക്കുന്നു. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവേൻ. ഇത് പൗലോസിന്റെ ലേഖനമാണ്. നമുക്കറിയാം പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങളാണ് ഉള്ളത്. ഈ 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് പൗലോസാണ്. അങ്ങനെ ഇത് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ്. ഇത് ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ലേഖനമാണ് എഫേസ്യ ലേഖനം. 3-ാം മിഷനറി യാത്രയിൽ സ്ഥാപിതമായ ഒരു സഭയാണ് ഈ എഫേസ്യ സഭ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വേഗത്തിൽ ഈ വചനത്തിലേക്ക് നമുക്ക് വരാം. ദൈവമക്കൾ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് സമയത്തും എപ്പോഴും വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ഇത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമല്ല. ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന സമയത്തിൽ, ഏത് സമയത്തും, പൗലോസ് ഇവിടെ ആഹ്വാനം ചെയ്യുക, പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിലുള്ള സകല വിശുദ്ധന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ആർക്കും എപ്പോഴും ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. അതിന് ഭാഷാ വൈദഗ്ധ്യം ഒന്നും വേണമെന്നില്ല. നമുക്കറിയാവുന്ന ഭാഷയിൽ എത്ര, ഇനി നമ്മൾ ലിറ്ററേച്ചർ എത്ര ഭാഷ നല്ല വൈദഗ്ധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാലും, സാഹിത്യത്തിൽ പ്രാർത്ഥിച്ചാലും, വചനം പറയുന്നത് ദൈവ പരിശുദ്ധ ആത്മാവാ ഇത് നമുക്ക് തുണ നിൽക്കുന്നത്. നമുക്ക് എത്ര പ്രാർത്ഥിച്ചാലും വചനം പറയുന്ന വേണ്ടുന്നത് പോലെ പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയത്തില്ലെന്ന. നമ്മൾ പറയുന്നതൊക്കെ പരിശുദ്ധാത്മാവാ ദൈവത്തിന്റെ സന്നിധിയിൽ അത് കൊണ്ട് എത്തിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ അറിയുന്ന ആ ഭാഷയിലും വാക്കുവെച്ചും നമ്മുടെ ഒരു കുഞ്ഞ് സ്വന്തം പിതാവിനോട് പറയുന്നത് ഒരുപക്ഷെ തിരിയുന്നില്ലെങ്കിലും ആ പിതാവ് മനസ്സിലാക്കും എന്ന് പറയുന്ന പോലെ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാ സ്വർഗത്തിലെ പിതാവ് നമുക്കുണ്ടല്ലോ. നമ്മളെ മെനഞ്ഞവനാ, നമ്മുടെ സൃഷ്ടാവാ, നമ്മുടെ ഉടയവനാ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ദീർഘശ്വാസം പോലും അറിയുന്നവനാ.
വാക്കുകൾ പറയണമെന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ദീർഘശ്വാസം വിട്ട് നമ്മൾ ജീവിക്കണമെന്നല്ല ദൈവമക്കളെ. അതുപോലും തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും എൻ്റെ അവസ്ഥയോ സാഹചര്യമോ എന്തുകൊണ്ടാണ് ഭാരപ്പെടുന്നതെന്നോ അറിയണമെന്നില്ല. അപ്പം നമ്മളെ നല്ലവണ്ണം അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ സാഹചര്യം അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ നെടുവീർപ്പ് അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ഭാരം അറിയുന്ന, നമ്മുടെ നിരാശ അറിയുന്ന. 146, 147 സങ്കീർത്തനൊക്കെ പറയുന്നുണ്ട്, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. എന്താ ഭാരപ്പെട്ട് നിരാശയിൽ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഒറ്റപ്പെട്ട ഏത് സാഹചര്യത്തിലും അതിന് സമയമോ രാജ്യമോ നിയമമോ അവസ്ഥയോ ഒന്നും നമ്മുടെ ദൈവത്തിനൊരു വിഷയമല്ല ദൈവമക്കളെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതു നേരത്തും പ്രാർത്ഥിക്കാനാ. ഏതു നേരത്തും ഏതവസ്ഥയിലും നമ്മൾ പ്രാർത്ഥിക്കണം. സകലതും പ്രാർത്ഥനയോടെ അപേക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാം, അത് ആത്മീയം പ്രാർത്ഥിക്കാം, ഭൗതികം പ്രാർത്ഥിക്കാം, ശാരീരിക ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യാചനയാൽ ഏതു നേരത്തും നമുക്കൊക്കെ ബുദ്ധിപരമായി നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ സമയത്തും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. ആത്മാവിലുള്ള പ്രാർത്ഥനയാണെങ്കിലുണ്ടല്ലോ അവിടെ ഉറക്കമില്ല, മടുപ്പ് വരത്തില്ല, ക്ഷീണം വരത്തില്ല. ഈ ആത്മാവിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവഹിതമായിരിക്കും. നമ്മൾ മാനുഷ്യമായി നോക്കുക, നമ്മൾ ബുദ്ധിപരമായി നമ്മൾ പ്രാർത്ഥിച്ചാൽ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥിരത വേണമെന്ന, പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത ഉണ്ടാകണം. നമുക്കറിയാം, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മടുപ്പുളവാക്കും, ക്ഷീണം ഉളവാക്കും, ഉറക്കം വരും. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ഈ ശരീരത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇതൊക്കെ നടക്കും ദൈവമക്കളെ. അതൊക്കെ കർത്താവിനോട് കൂടെ ഇരുന്ന ശിഷ്യന്മാർക്ക് പോലും വേണ്ടവണ്ണം കർത്താവ് കൂടെ ഉണ്ടായിട്ടും കർത്താവ് ആവശ്യപ്പെട്ടിട്ടും തൊട്ടടുത്ത് കർത്താവ് ഉണ്ടായിരുന്നിട്ടും അവർക്ക് കഴിഞ്ഞില്ല. കാരണം ഈ ശരീരം ക്ഷീണമുള്ള ശരീരം, ബലഹീനമായതുകൊണ്ട് നമുക്ക് മടുപ്പുളവാക്കാം, ഉറക്കം വന്നേക്കാം. എന്നാൽ ഈ ആത്മാവിലൂടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിലാ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ബുദ്ധി കൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. അതാ ഞാൻ പറഞ്ഞത്, ഉറക്കവും മടുപ്പും ക്ഷീണവും തളർച്ചയും ഒക്കെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ ഉളവാകും. എന്നാൽ ആത്മാവിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, എന്താ ആത്മാവിൽ പ്രാർത്ഥിക്കുക? ദൈവഹിതം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ദൈവമക്കളെ. നമുക്കൊരു വീട് വേണം. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശരിയാണ്, നമുക്കെല്ലാം ആഗ്രഹമുണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ, നമുക്കെല്ലാം താല്പര്യമുണ്ട്, നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ട്, നമുക്ക് ഏത് വിഷയങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാമല്ലോ. അപ്പം നമുക്കൊരു വീട് വേണമെങ്കിൽ നമ്മൾ സാധാരണ ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മളിപ്പോൾ കേരളത്തിലായിരിക്കുന്നു വിചാരിക്കുക, ദൈവമേ എനിക്കൊരു ഭവനം വേണം. അത് തെറ്റാണോ? അല്ല. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അങ്ങനെ മുട്ടിപ്പായി നമ്മൾ പ്രാർത്ഥിക്കുക, അത് ബുദ്ധിപരമായി പ്രാർത്ഥിക്കുക. ഒരു ഭവനം വേണ്ടേ, പാർക്കാൻ വേണം. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, അപ്പോൾ ദൈവം എന്നും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. എന്നാൽ അത് ബുദ്ധി കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവഹിതം അങ്ങനെ ആയിരിക്കത്തില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിലാണ് പ്രാർത്ഥിക്കുന്നത്. അത് അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. അത് നമുക്കറിയത്തില്ല, തൊട്ടടുത്തിരിക്കുന്നവർക്ക് അറിയണമെന്നില്ല, അത് സാത്താൻ അറിയത്തില്ല. വചനം പറയുന്ന ദൈവത്തിന് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ അറിയത്തുള്ളൂ. നോക്കുക, ഈ ആത്മാവിലെ പ്രാർത്ഥനയുടെ പ്രത്യേകത അത് ദൈവഹിതമായിരിക്കും. അപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് അടുത്ത ആ ഒരു തലത്തിലേക്ക്, ആത്മമണ്ഡലത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവും തമ്മിൽ പ്രാർത്ഥിക്കുമ്പോൾ, അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കറിയത്തില്ല, നമ്മുടെ അടുത്തിരിക്കുന്നവർക്കോ കേൾക്കുന്നവർക്കോ അറിയത്തില്ല. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച ആർക്കും അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അത് അറിയത്തുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? ദൈവമേ, രാജസ്ഥാനിൽ വേഗത്തിൽ എൻ്റെ ഭവനം ഒരുക്കണമേന്ന്. സത്യത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കേരളത്തിന് വേണ്ടി ആ ബുദ്ധിയിൽ പ്രാർത്ഥിച്ച, കേരളത്തിൽ എനിക്കൊരു ഭവനം തരണമേന്നാ പ്രാർത്ഥിച്ചത്. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനല്ല ദൈവമക്കളെ. ദൈവഹിതം എന്താണെന്നറിയോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. രാജസ്ഥാനിൽ ഒരു ഭവനം ഒരുക്കുക, അവിടെയാണ് നമ്മൾ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ നമ്മളെ അങ്ങോട്ട് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. അവിടെ ഭവനം ഒരുങ്ങിയിരിക്കുക, അങ്ങോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്യുക. അതായിരിക്കും പ്രാർത്ഥിക്കുന്നത്. കണ്ടോ, ആത്മാവിലെ നടത്തിപ്പ് കണ്ടോ? ഒരിക്കലും മാനുഷ്യമായ നടത്തിപ്പ് ആഗ്രഹമോ നമ്മുടെ ഉദ്ദേശമോ താല്പര്യമോ ഒന്നുമല്ല ആത്മാവിലെ നടത്തിപ്പിൽ വരുന്നത്. അത് ദൈവഹിതമായിരിക്കും. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങോട്ട് പോകുന്നറിയോ? രാജസ്ഥാനിലേക്ക് ദൈവം കൊണ്ടുപോകും. അതാണ് ദൈവഹിതം. ദൈവമക്കൾ, ഇത് ആത്മാവിലെ നടത്തിപ്പ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാ. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്തുക. നമുക്കറിയാം, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അത് ആത്മാവിൽ കൊണ്ട് അത് ജോലി ചെയ്യുമ്പോൾ പറ്റും.
നമ്മൾ കിച്ചണിൽ ആഹാരം പാകം ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ബാത്റൂമിൽ നമ്മളായിരിക്കുമ്പോൾ, കുളിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, സ്തോത്രം ചെയ്യാൻ പറ്റും. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പറ്റും, തുണി അലക്കുമ്പോൾ പറ്റും, നടക്കുമ്പോൾ ഈവനിങ് വാക്കോ മോർണിംഗ് വാക്കിലോ പോകുമ്പോൾ പറ്റും. ഈവൻ ജോലി ചെയ്യുമ്പോൾ, ജോലി സ്ഥലത്ത് ഫാക്ടറിയിലോ ഓഫീസിലോ ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഏത് സാഹചര്യത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവമക്കളെ പ്രാർത്ഥന എന്നുള്ളത്. നമുക്ക് എപ്പോഴും പറ്റും. അതിനുള്ള മനസ്സ് വേണം, അതിനുള്ള നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏതു സമയത്തും പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്കറിയാമോ? അതും ഇതുപോലാ പറയുന്നത്. ഈ പ്രാർത്ഥന നടക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടിയും സ്ഥിരത ഉളവാക്കൂ. ഇവിടെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, സകല വിശുദ്ധ എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണമെന്ന്. സ്ഥിരത ഉണ്ടാകണമെങ്കിൽ ഉണ്ടല്ലോ വിശ്വാസം വേണം. വിശ്വാസത്തോടെ പ്രാർത്ഥന. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തെന്ന. കണ്ടോ, ദിവസേന പെരുകുമെന്ന. ദിവസേന എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും. ഇവിടെ ദിവസേന പെരുകണ്ടായിരുന്നു. നമ്മുടെ സഭകളിൽ വല്ലതും ദിവസേന വിശ്വാസികളല്ല ദൈവമക്കൾ പെരുകുന്നുണ്ടോ? ഇല്ല. ഇവിടെ പെരുകുക എന്നാ പറഞ്ഞ്, വർദ്ധിക്കുക എന്നല്ല പറഞ്ഞ്, കൂടുക എന്നല്ല പറഞ്ഞ്. പെരുകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ദിവസേനയും പെരുകുന്നില്ല, ആഴ്ചതോറും പെരുകുന്നില്ല, മാസം തോറും പെരുകുന്നില്ല, വർഷത്തിൽ വന്നെങ്കിലായി. ദൈവമക്കൾ ഇന്നത്തെ അവസ്ഥ വിശ്വാസത്തോടെ സ്ഥിരത ഉളവാക്കിയാലുണ്ടല്ലോ സഭയിൽ ആത്മാക്കൾ ദിനം തോറും പെരുകുമെന്നാണ് വചനം പറയുന്നത്. അത് വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. വചനത്തിൽ പറയുന്ന പോലെ ദൈവമക്കളെ നമ്മൾ തന്നെ തീരുമാനിച്ചേ പറ്റും. നമ്മൾ ഈ ദിവസങ്ങളിൽ ശക്തമായി നമുക്ക് ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്ന സമയം, ഞാൻ പറഞ്ഞല്ലോ, ജോലിയിലായാലും ഉറങ്ങുന്ന സമയം ഒഴിച്ച് കിടക്കുന്ന സമയത്തും നമ്മൾ കിടന്നാൽ 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഉറങ്ങും. ചിലർ 5 മിനിറ്റിനൊക്കെ ഉറങ്ങിയായിരിക്കും. ദൈവം തരുന്ന ദാനം ഉറങ്ങിക്കും, അത് കുഴപ്പമില്ല. ആ സമയത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുമല്ലോ ദൈവമക്കളെ. അങ്ങനെ നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ അത് വിടുതലായി തീരും. നമ്മുടെ വിഷയമല്ല, നമ്മുടെ ദൈവദാസന്മാരെയും സഭയെയും ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നമുക്ക് പൂർണ്ണ സ്ഥിരതയുള്ളവരായി നമുക്ക് പ്രാർത്ഥിപ്പാൻ, പൂർണ്ണ സ്ഥിരതയോടെ നമുക്ക് പ്രാർത്ഥിപ്പാൻ, സകല പ്രാർത്ഥനയാൽ അപേക്ഷത്തും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. എന്നെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമക്കളെ, നാളെ നമ്മുടെ 100ാമത്തെ പ്രാർത്ഥനയാണ്. എല്ലാവരും അറ്റൻഡ് ചെയ്യണം. മറ്റുള്ളവരോടൊക്കെ നമ്മുടെ ഈ ലിങ്ക് കൊടുത്ത് മാക്സിമം ആൾക്കാർ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ നാളെ ദൈവം സഹായിക്കട്ടെ. ഈ പ്രാർത്ഥന നിശ്ചയമായും അനുഗ്രഹമാണ്. ഞാൻ ദൈവദാസനോട് അന്ന് പറഞ്ഞത്, ഇത് ഒരിക്കലും നിർത്തരുത്. ഇത് നമുക്ക് അസൗകര്യം വന്നാലും നമ്മളിത് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ഏൽപ്പിച്ചെങ്കിലും, ദൈവദാസന ആക്സിഡന്റ് ചില ദിവസങ്ങളൊക്കെ അത് നമുക്ക് മിസ്സായി എങ്കിലും നമുക്ക് ഇന്ന് വരെ ദൈവം നടത്തി. ദൈവത്തിന്റെ വിശ്വാസങ്ങൾക്ക് നന്ദി പറയാൻ തുടർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ കൂടിയൊരു അവസാനിപ്പിക്കാം. പ്രിയ സായിച്ചാൻ ലൈനിലുണ്ടല്ലോ. പ്രിയ സായിച്ചാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. എല്ലാ ദൈവമക്കളെയും അറ്റൻഡ് ചെയ്ത ദൈവദാസന്മാരെ ദൈവമക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സായിച്ചാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്ന് പകൽക്കാലം മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ കൃപയും സമാധാനം നമ്മളോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ. ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം 99ാമത്തെ ദിവസമാണല്ലോ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഈ കഴിഞ്ഞ 99 ദിവസവും ഹല്ലേലൂയ അനേക വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാനും അതിനൊക്കെ മറുപടി കർത്താവ് തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. നാളെ നമ്മുടെ 100ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. പ്രഭാതകാലത്തിനായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിച്ച് ഈ മീറ്റിങ്ങിനെ അവസാനിപ്പിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പ്രഭാതകാലത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചന്റെ പാദപീഠത്തിലടുത്ത് ഓരോന്നങ്ങെ സ്തുതിപ്പാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ സമയത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞു പോയ നാളുകളിലൊക്കെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദയക്കാട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. ഹാലി പ്രഭാതകാലത്ത് അപ്പച്ചന്റെ പാദപീഠത്തിലായിരിക്കാനും അനേക വിഷയങ്ങൾ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനാണ് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി തന്നിരിക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. പാട്ടുകൾ പാടുക എന്നൊരു ദാസിയെ ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം.
ഹാലിലെ കുടുംബാവരെ അനുഗ്രഹിക്കുമാറാകണം എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ തക്കോണം സിസ്റ്റർ ലിസി ബ്രൈറ്റിനെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ലീഡ് ചെയ്ത ദേവദാസനെ സമച്ചാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ദാസനെ ബലപ്പെടുത്തിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ ഹാലേലിയ, കർത്താവ് ഹാലിലെ പ്രാർത്ഥന കർത്താവ് വിശ്വസ്തയോട് ജീവിപ്പാൻ തക്കോണം ഹാലേലിയ. ഞങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരാ ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് കർത്താവ് പ്രാർത്ഥിച്ച ഹല്ലേലിയ. ഓരോ ദിവസവും മുന്നേറുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്ര ഹല്ലേലിയ. ഞങ്ങൾ തന്ന ഈ കൂട്ടായ്മയ്ക്കാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കൃപയ്ക്കുള്ളിൽ ഞങ്ങൾ എല്ലാവരെയും പുതിയമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ബെൻസൺ പാസ്റ്റർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസി ഒരു പ്രാവശ്യം കൂടെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ വിടുതലിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. എത്രയും വേഗം എഴുന്നേറ്റ് നടപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടിലും നെരിയാണിയും ദൈവം ഉറപ്പിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലോട്ട് സമസ്ത വിഷയം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടതിനാട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. പിതാവ് പുത്ര പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിന്റെ സംബന്ധവും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ പ്രത്യാൽ ഹല്ലേലൂയ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെട്ട നടത്തുവാൻ പ്രിയ സാമച്ചാനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ദൈവം അനുഗ്രഹിച്ചിട്ട് ഗാനങ്ങൾ പാടിയ പ്രാർത്ഥിച്ച ആശ്രയം പറഞ്ഞ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നാളെ നമ്മുടെ പ്രഭാത പ്രാർത്ഥന 100ാമത്തെ ദിവസത്തേക്ക് പ്രവേശിക്കുകയാണല്ലോ. എല്ലാ സഹോദരി സഹോദരങ്ങളും ദൈവദാസന്മാരും ജോയിൻ ചെയ്യണം. നമ്മുടെ ഇപ്പൊ എത്രയും നാളെ കണ്ടിന്യൂ ആയിട്ട് വന്ന ഈ ലിങ്ക് ആയിരിക്കില്ല, നാളെ സൂമിൽ കൂടെ ആയിരിക്കും നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. അത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പൊ ഇതിനകത്ത് ഗൂഗിൾ മീറ്റ് കയറുന്നവരും തന്നെ സൂമിന്റെ ലിങ്കിനകത്ത് ഞെക്കിയാൽ മതി, ഡയറക്റ്റ് കയറാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമേ. നമുക്ക് ഒരുമിച്ച് കണ്ട് സന്തോഷിപ്പാനും പ്രാർത്ഥിപ്പാനും വചനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ UAE ഡാനിയൽ വില്യംസ് ആണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. ഡൽഹി UP പ്രാർത്ഥനകളുടെ സിംഗേഴ്സ് ആണ്. എല്ലാം അനുഗ്രഹമായി തീരാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല മഹസംഗമം. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. ഒന്നു കാണാൻ എനിക്കാശയാ എന്റെ സർവാംഗ സുന്ദരനെ, ഒന്നു കാണാൻ എനിക്കാശയാ എന്റെ സർവാംഗ സുന്ദരനെ. വിദൂരമല്ല